10 വയസ്സുള്ളപ്പോൾ മുതൽ തുടങ്ങിയതാണ് കൃഷി. തുടങ്ങി വേറെ പലരെയും നമ്മുടെ സ്വന്തം വസ്തു ഒരു ഏക്കറോളം ഉണ്ട്, അതിനകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അതിനകത്ത് റബ്ബറായപ്പോൾ അങ്ങ് നിർത്തി. പിന്നെ കണ്ടങ്ങളിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ആ കണ്ടങ്ങളിൽ അങ്ങ് നിർത്തി പന്നി ശല്യം കൊണ്ട് ഇപ്പം പന്നിയൊന്നും കയറാത്ത സ്ഥലമായ ഈ മതിൽക്കെട്ടോടുകൂടി ഒരു 2 ഏക്കർ സ്ഥലം കിട്ടി. അതിനകത്ത് കൃഷിയാണ് ഇപ്പോൾ. ഈ എങ്ങനെയാണ് കൃഷി, എന്തൊക്കെ കൃഷിയാണ്? എല്ലാ കൃഷികളും ഉണ്ട്. എല്ലാം വാഴയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, പൂമ്പാഴയുണ്ട്, ചുവന്ന വാഴയുണ്ട്, പച്ചക്കറികൾ മിക്കവാറും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ കൃഷിയുടെ രീതികൾ എങ്ങനെയാണ്? കൃഷി രാവിലെ 6 മണിയാകുമ്പോൾ ഞാൻ ജോലിനകത്ത് കയറും. കയറിയാൽ അതിൻ്റെ കൂടെ ആ കൃഷിയുടെ കൂടെ തന്നെയാണ് ഒരു 11, 11:30, 12 മണി വരെയൊക്കെ അതിൻ്റെ കൂടെ വെയിൽ, നല്ല വെയിലാകുമ്പോഴേ നിർത്തുള്ളൂ. പിന്നെ വൈകിട്ട് 4 മണിയാകുമ്പോൾ ഇറങ്ങും, 6 മണി വരെ നിൽക്കും. അങ്ങനെ അതുപോലെ അധ്വാനമുണ്ട്. പിന്നെ എനിക്കൊരു 2-2.5 ലക്ഷം രൂപയോളം എനിക്കിത് ചിലവുണ്ട്. കൃഷി ലാഭകരമാണ്. കൃഷി ലാഭകരമല്ലേ, ചെയ്യാനൊക്കത്തില്ലല്ലോ. അല്ല, പല കർഷകരും എപ്പോഴും പറയുന്നൊരു വാക്കാണ് അത് നമ്മുടെ ജൈവന ദോഷം കൊണ്ടാണ്. ഈ ഒരു വാഴയ്ക്കൊന്നും ആദ്യം കൂടുതൽ പൈസയൊന്നും ആകുന്നില്ല. ഒരു 100, 120 രൂപയായി വെച്ച് ഒരു വാഴയ്ക്ക് അങ്ങേയറ്റം ആകത്തുള്ളൂ, അല്ലെ 150 ആട്ട്. അത് കഴിഞ്ഞാൽ നല്ല ഓലയാണെങ്കിൽ ഒരു 1000 രൂപ വരെ കിട്ടത്തില്ലേ. ഇപ്പൊ ഇവിടെ ഒരു 45 വാഴ കൃഷിഭവനിൽ നിന്ന് കിട്ടിയുണ്ട്. അതിനിടയ്ക്കുണ്ട്. അത് ഞാൻ കളഞ്ഞ കളഞ്ഞിട്ട് അവസാനം പച്ചയുണ്ട് വെക്കാൻ പറഞ്ഞു, വെച്ചു. അത് അതിനേക്കായി മുഴച്ച വളമായിട്ട് വളർന്നിട്ട് ഇപ്പോൾ ഒരു 7-7.5 പടലേ വിരിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഇനി അതിന് താങ്ങിക്കെട്ട് കൊടുത്തെങ്കിലേ ഒക്കുള്ളൂ നിൽക്കണമെങ്കിൽ. അത്രയ്ക്ക് വലിയ പോലെ ഉള്ളിലുണ്ട്. ഹാപ്പിയാണല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പൈസ എല്ലാം ഒത്ത് കിട്ടണം ഇനിയിപ്പം ഇതെല്ലാം കൊണ്ട്. പഞ്ചായത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോഴത്തെ പുതിയ ഭരണസമിതിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ബഡ്ജറ്റിൽ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവിടെ പല പാടശേഖരങ്ങൾ കാട് മൂടിക്കിടക്കുന്ന പാടശേഖരങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അതിനകത്ത് പുതിയ കൃഷി രീതികൾ അവലംബിക്കുക എന്നാണ് പുതിയ രീതി. അതായത് പന്നി എടുക്കാത്ത പലതരം കൃഷികളുണ്ട് നമുക്ക്. ആ കൃഷികളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ആരുടെയാണോ വസ്തു അവരിൽ നിന്ന് നമ്മൾ എടുത്തെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൃഷിഭവനിൽ എന്തെങ്കിലും നമ്മൾ ഒരു സബ്സിഡി നിരക്കിൽ എന്തെങ്കിലും വളവും അതുപോലുള്ള നൽകിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു രീതി. എങ്കിൽ മാത്രമേ ജനങ്ങൾ കാടുപൂടി കിടക്കുന്ന അവരുടെ പറമ്പാണെങ്കിലും വൃത്തിയാക്കിയിട്ട് കൃഷി ചെയ്യാൻ അവർക്ക് മുന്നോട്ട് വരത്തുള്ളൂ. ഒരു സപ്പോർട്ട്, ഒരു ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടാണ് നമ്മൾ നൽകാൻ പോകുന്നത്. കാർഷിക മേഖലയാണ് എലന്തൂർ. കർഷകരുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണ്. അതായത് എലന്തൂർ എന്നുള്ള പേര് ഇല്ലങ്ങളുടെ നാട്. അതായത് പത്തനംതിട്ടയുടെ ഒരു മലയോര ഗ്രാമം, നല്ലൊരു പ്രദേശമാണ്. കാരണം കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ്. വളക്കൂറുള്ള മണ്ണാണ് ഇവിടുത്തെ. എന്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഡെവലപ്പ്